നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2025 നടക്കുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, അത് 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 നിലവാരത്തിലുള്ള ഏത് മത്സര പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എത്ര മാർക്കാണോ നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് അത്രയും മാർക്ക് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം ഇന്ന് നടത്തുന്ന ഇതിൻ്റെ പരീക്ഷ രാത്രി 9 മണിക്ക് PSC ഇൻഫ്ലുവൻസർ എന്ന കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ എക്സാം സൗജന്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടി അറ്റൻഡ് ചെയ്യും. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള കണ്ടന്റ് ആണ് ആദ്യം തന്നെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം എന്നാൽ എന്ത്? രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ധനനയമുണ്ട്, പണനയമുണ്ട്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ മനസ്സിൽ കരുതും, ഇത് രണ്ടും ഒന്നാണല്ലോ, പണം തന്നെ അല്ലേ ധനം, രണ്ട് ലോചിക്കാം. ധനനയം എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ പോളിസിയാണ്. അത് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് ആണ്, മീൻസ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ ധനനയം നടപ്പിലാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇപ്പൊ കേരള സംസ്ഥാനത്ത് ഒരു ധനനയം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന ആരായിരിക്കും? സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇനി അടുത്തത് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് വിശേഷിപ്പിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത്. അപ്പൊ രണ്ടാണ്. അപ്പൊ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ധനനയം എന്നാണ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ഫിസ്ക്കൽ പോളിസി? NCERT സ്കൂൾ ടെക്സ്റ്റിൽ ഈ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം എന്താണെന്ന് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഒരു ഡെഫിനേഷൻ ഇങ്ങനെയാണ്: പൊതുചെലവ്, നികുതി ചുമത്തൽ, കടം വാങ്ങൽ എന്നിവയെ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ നയത്തിന്റെ പേരാണ് എന്ത്? ഈ പറഞ്ഞ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. എന്താ ഈ പൊതുചെലവ് എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമില്ല. അപ്പൊ പൊതുമുതൽ എന്ന് വെച്ചാൽ എന്താ? അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിക്കും പൊതുമുതൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ മുതലാണ്. സമ്മതിച്ചു. അപ്പൊ പൊതുചെലവ് എന്താണ്? ഗവൺമെന്റിന്റെ ചെലവല്ലയോ പൊതുചെലവ്. പൊതു കടം എന്തായിരിക്കും? ഗവൺമെന്റിന്റെ കടമാണ്. പൊതു വരുമാനം എന്തായിരിക്കും? ഗവൺമെന്റിന്റെ വരുമാനമാണ്. അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ പൊതു ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെയാ അന്നല്ലോ. ഇതൊരു ലോജിക്കായിട്ട് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ പൊതുചെലവ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ചെലവ്. അപ്പൊ ഗവൺമെന്റിന്റെ ചെലവ്, ഗവൺമെന്റ് നികുതി ചുമത്തുന്നത്, ദെൻ ഗവൺമെന്റിന്റെ കടം വാങ്ങൽ. ഒരു വ്യക്തിയുടെ അല്ല, ഒരു വ്യക്തിയുടെ മുകളിലുള്ള നികുതി ചുമത്തലല്ല, മറിച്ച് കോമൺ ആയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റ് ഏതൊക്കെ മേഖലയിൽ നികുതി ചുമത്തുന്നുണ്ടോ, ഇന്ത്യ ഗവൺമെന്റ് ഏതൊക്കെ ചെലവുണ്ടോ, ഇന്ത്യ ഗവൺമെന്റ് എവിടെ നിന്നൊക്കെ കടം വാങ്ങുന്നോ. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഗവൺമെന്റിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങാം. മറ്റ് ഈ പറയുന്ന രാജ്യങ്ങളിലെ സംഘടനകൾ പറയുന്ന ADB-യിൽ നിന്ന് കടം വാങ്ങാം, ലോക ബാങ്കിൽ നിന്ന് കടം വാങ്ങാം. ശരിയല്ലേ? അപ്പൊ ഇങ്ങനത്തുള്ള കടം വാങ്ങല്, പൊതുചെലവ്, നികുതി ചുമത്തൽ എന്നിവയെ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ നയത്തിന്റെ പേരാണ് എന്ത്? ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇത് തന്നെ നമ്മുടെ വീടുകളിൽ നോക്ക്. നമ്മുടെ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അവർ രണ്ടുപേരും ജോലിക്ക് പോവാം. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ചെലവുണ്ട്, നമ്മുടെ വീട്ടിലെ ചെലവ്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെലവുകളുണ്ട് അതെല്ലാം നമ്മൾ എടുക്കുന്നു. നമ്മൾ നികുതി കൊണ്ട് അടയ്ക്കുന്നു, ആ നികുതി ചുമത്തൽ. ദെൻ കടം വാങ്ങൽ, നമ്മുടെ വീട്ടിൽ അമ്മയോ അച്ഛനോ നമ്മളോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലൊരു അമ്മയ്ക്കും അച്ഛനും ഒരു നയം കാണും. അടുത്ത മാസം ഇന്നയൊക്കെ ചെയ്യണം, അടുത്ത മാസം ഈ കടങ്ങൾ കുറയ്ക്കണം, അല്ലെങ്കിൽ അടുത്ത മാസം ഈ ചെലവ് പോരാ, കൂടുതൽ ചെലവാക്കണം, അല്ലെങ്കിൽ കുറച്ച് ചെലവാക്കണം. ഇങ്ങനത്തെയൊക്കെയുള്ള നയം നമ്മുടെ വീട്ടിൽ തന്നെ കാണത്തില്ലേ? ഇതിനെ അറിയപ്പെടുന്ന നമ്മുടെ വീട്ടിലെ നയം എന്നാണെങ്കിൽ ഇത് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിന് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി. ഇനി ധനനയം നടപ്പിലാക്കുന്നത് ഇതുവഴിയാണ്, അതായത് ബജറ്റിൽ കൂടിയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞ ആഴ്ചയിലാണ് സംസ്ഥാന ഗവൺമെന്റ് ബജറ്റ് നടപ്പിലാക്കി, കേന്ദ്ര ഗവൺമെന്റും ബജറ്റ് നടപ്പിലാക്കി. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയർ ഉണ്ട്, അതാണ് അറിയാലോ. കേരള സംസ്ഥാനത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി തന്നെ വേണമെങ്കിൽ പറയാം, കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു സിറ്റിസൺസ് ബജറ്റ് അവതരിപ്പിച്ചു. കേരളത്തിൽ ആദ്യത്തെ സിറ്റിസൺസ് ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ്. 2025 ബജറ്റിലാണ് അത് നടപ്പിലാക്കിയത്. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് കറണ്ട് അഫയറുകൾ. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേര് അത് നിർമ്മല സീതാരാമനാണ്. ഈ ബജറ്റ് അല്ല, അതിന് തൊട്ട് മുന്നത്തെ ബജറ്റാണ് ഡിജിറ്റൽ ബജറ്റ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരിക്കും? KN ബാലഗോപാൽ ആണല്ലോ. അപ്പൊ നമുക്ക് വേണ്ടത് ഇക്കഴിഞ്ഞ ബജറ്റിൽ, അതായത് കഴിഞ്ഞ ആഴ്ചയിലെ ബജറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായിട്ട് സിറ്റിസൺസ് ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്?
ശ്രീ കെ എൻ ബാലഗോപാലാണ്. അതൊന്ന് ഓർത്തു നോക്കുക. അപ്പൊ ധനനയം എന്നറിയപ്പെടുന്ന ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്നത് ഇതുവഴിയാണ്, ബജറ്റിൽ കൂടിയ. അപ്പൊ നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ബജറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നില്ല, മറിച്ച് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നേ പറയുന്നുള്ളൂ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ AFS എന്ന് നമ്മൾ പറയും. അപ്പൊ ബജറ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്തായിരിക്കും? AFS അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നല്ലേ? ബജറ്റിനെ പറ്റി അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 112 മിക്ക മത്സര പരീക്ഷകളിലും ചോദ്യമായി വന്നിട്ടുണ്ട്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ബജറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ AFSുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? 112. ഇതൊക്കെ നിങ്ങൾക്ക് നോർമൽ GK ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഗവൺമെന്റിന്റെ നയം പറയുന്നത് പൊതുചെലവ്, നികുതി ചുമത്തൽ, കടം വാങ്ങൽ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ നയത്തിന്റെ പേരാണെന്ത്? ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം. ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്നത് ബജറ്റ് വഴിയാണ്. ആരാണ്? കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ്, സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആണ്. അവിടെയും തിരിയരുത്. പണനയം എന്നറിയപ്പെടുന്ന മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പൊതുചെലവ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ചെലവ്, പൊതുവരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വരുമാനം, പൊതു കടവെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കടം. ക്ലിയർ ആണെന്നല്ലോ. ഓക്കെ, അടുത്ത കണ്ടന്റിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഈ ബഡ്ജറ്റ് പറയുമ്പോൾ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു T ഷേപ്പ് അക്കൗണ്ടാണ് എപ്പോഴും ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുന്ന എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇതിനകത്ത് ഈ ക്ലാസ് കാണുന്നവർ കാണും. അപ്പൊ അവർക്കറിയാം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു T ഷേപ്പ് അക്കൗണ്ടാണ്. T ഷേപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഉണ്ട്. ഒരു സൈഡിൽ ഇൻകവും ഒരു സൈഡിൽ എക്സ്പെൻഡിച്ചറും ആണെന്നിരിക്കട്ടെ, ഒരു സൈഡിൽ വരുമാനവും ഒരു സൈഡിൽ ചെലവുമാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ കേസ് തന്നെ എടുത്തു നോക്ക്. നമ്മുടെ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, രണ്ടുപേരും ജോലിക്ക് പോകുന്നു, നമ്മളും ജോലിക്ക് പോകുന്നു. നമ്മൾ 2025 സെക്രട്ടറി അസിസ്റ്റന്റ് ആവും, 2025 10th ലെവൽ മെയിൻസ് എഴുതി ജോലി കയറും, 2025 CPO ഉൾപ്പെടെ യൂണിഫോം തസ്തിക എഴുതി നമ്മൾ ജോലി കയറി, നമുക്ക് ജോലി കിട്ടി, നമുക്ക് വരുമാനം കിട്ടി. എങ്കിൽ നമ്മുടെ വരുമാനം ഒരു സൈഡിൽ, നമുക്കുണ്ടാവുന്ന ചെലവ് മറ്റൊരു സൈഡിൽ, രണ്ടും തുല്യമാകും. ഇപ്പൊ എനിക്ക് വരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വരുമാനം സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു 48,000. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളേ. 10th ലെവൽ മെയിൻസ് എഴുതി നിങ്ങൾ നല്ലൊരു ജോലി കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോൾ ഇത്ര രൂപ എന്ന് കിട്ടി. അപ്പൊ വരുമാനം ഇത്ര കിട്ടി, ചെലവും സെയിം ആണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഇതൊരു വ്യക്തിയുടെ കേസാണ്, ഇതേപോലെ രാജ്യത്തെ എടുത്താൽ മതി. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഇൻകവും വരുമാനവും എക്സ്പെൻഡിച്ചർ ചെലവും തുല്യമാകുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ബാലൻസ്ഡ് ബജറ്റ്, അല്ലെങ്കിൽ മലയാള വാക്കുകൾ തുല്യ ബജറ്റ്, അതുമല്ലെങ്കിൽ സന്തുലിത ബജറ്റ്, ന്യൂട്രൽ ബജറ്റ് എന്നും പറയും. ബാലൻസ്ഡ് ബജറ്റ്, ന്യൂട്രൽ ബജറ്റ്, സന്തുലിത ബജറ്റ്, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ തുല്യ ബജറ്റ്, ഈക്വൽ ബജറ്റ് എന്ന് പറയും. ഇൻകവും എക്സ്പെൻഡിച്ചറും തുല്യമാണ്. ഇനി നമ്മുടെ വീട്ടിലെ കേസ് എടുത്തോ. അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നു, അവർക്ക് 100 രൂപ വരുമാനമുണ്ട്, 50 രൂപയെ ചെലവായുള്ളൂ ആ മാസം അല്ലെങ്കിൽ ഒരു വർഷം, എന്തോ ആയിക്കോട്ടെ. എക്സാമ്പിൾ പറയുവാണ്, 100 രൂപ ഒരു വർഷത്തിൽ ചെലവ് കാണത്തില്ല. ഒരു മാസം 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ചെലവ്. ആ മാസം അമ്മയ്ക്കും അച്ഛനും കൂടെ 1500 രൂപ വരുമാനം കിട്ടി. എങ്കിൽ 500 രൂപ എന്താണ്? മിച്ചമാണ്. അടുത്ത മാസത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണല്ലോ നമ്മൾ പറഞ്ഞ മിച്ചം, അധികമുണ്ട്. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? അൺബാലൻസ്ഡ് ബജറ്റ്. എന്ന് വെച്ചാൽ തുല്യമല്ല. തുല്യമാകുക എന്ന് പറഞ്ഞാൽ ഇൻകവും എക്സ്പെൻഡിച്ചറും വരുമാനവും ചെലവും തുല്യമാകുന്നു. തുല്യമല്ല എന്ന് പറഞ്ഞാൽ എന്താ? അൺബാലൻസ്ഡ് ബജറ്റ് എന്ന് വെച്ചാൽ തുല്യമല്ലാത്തത്. അസന്തുലിത ബജറ്റ് എന്ന് മലയാളത്തിൽ പറയും. ഈക്വൽ അല്ല, അൺഈക്വൽ ബജറ്റ്, ഈക്വൽ അല്ലാത്ത ബജറ്റാണ് അൺബാലൻസ്ഡ് ബജറ്റ്, അൺഈക്വൽ ബജറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അൺബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവെന്നും അല്ലേ നമ്മൾ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലും ആകാം. നേരെ തിരിച്ച് ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലും ആകാം. രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഒന്നാമത്തെ ബജറ്റാണ് സർപ്ലസ് ബജറ്റ് അല്ലെങ്കിൽ മിച്ച ബജറ്റ്. സർപ്ലസ് ബജറ്റ് അല്ലെങ്കിൽ മിച്ച ബജറ്റ്. വേറെ ഒന്നുമില്ല. മിച്ചം വരണമെങ്കിൽ എന്ത് വേണം? വരുമാനം കൂടുതൽ വേണം, ചെലവ് കുറവായിരിക്കണം. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഇൻകം ഇതാണെങ്കിൽ ഇൻകം കൂടുതലാണ്, എക്സ്പെൻഡിച്ചർ കുറവാണ്. നമ്മൾ ഇങ്ങനല്ലേ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, വാ തുറന്നിരിക്കുന്ന എങ്ങോട്ടേക്കാണോ അതാണ് വലുത്. അപ്പൊ ഇൻകം കൂടുതൽ, എക്സ്പെൻഡിച്ചർ കുറവ്. ഇതാണ് മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ്. നേരെ തിരിച്ച് ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഓപ്പോസിറ്റ് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഡെഫിസിറ്റ് ബജറ്റിന്റെ മറ്റൊരു മലയാള പേരാണ് കമ്മി ബജറ്റ്. കമ്മി ബജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം കുറവും ചെലവ് കൂടുതലും. വരുമാനം കുറവും ചെലവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ വരുമാനം കുറവ്, ഇൻകം കുറവ്, എക്സ്പെൻഡിച്ചറാ കൂടുതൽ, അപ്പൊ ഈ കൂടുതൽ. ഇതാണ് ഡെഫിസിറ്റ് ബജറ്റ്. ഇന്നേ കാലം വരെ
ഇന്ത്യ ഗവൺമെന്റ് സർപ്ലസ് ബജറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതൊരു അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം അല്ല, മറിച്ച് ഇന്ത്യയിൽ എപ്പോഴും എന്ത് കൂടുതലാണ്, എക്സ്പെൻഡിച്ചർ, ചെലവ് കൂടുതലാണ്, ഇൻകം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ നിമിഷം വരെ മിച്ച ബജറ്റ് ഉണ്ടായിട്ടില്ല, കമ്മി ബജറ്റ് നടപ്പിലാക്കിയിട്ടുള്ളൂ. ആർട്ടിക്കിൾ 112 പ്രകാരം അത് കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ എപ്പോഴും കമ്മി ബജറ്റാണ് പ്രഖ്യാപിക്കാറുള്ളത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ബാലൻസ്ഡ് ബജറ്റ് എന്താണെന്ന് പറഞ്ഞു, അൺബാലൻസ്ഡ് ബജറ്റ് എന്താണെന്ന് പറഞ്ഞു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം എക്സ്പെൻഡിച്ചറും തുല്യമാകും. അൺബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം, വരുമാനവും ചെലവും തുല്യമല്ലാത്ത രണ്ട് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെലവ് കൂടുതലും വരുമാനം കുറവുമായിരിക്കണം. ചെലവ് കൂടുതലും വരുമാനം കുറവാണെങ്കിൽ അത് ഡെഫിസിറ്റ് അല്ലെങ്കിൽ കമ്മി ബജറ്റ്. അത് കാണാനുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ടേം, ഒരു മാത്തമെറ്റിക്കൽ ഫോർമുലയായിട്ട് കൊടുത്തപ്പോണ്ട് എന്ത്, ഇൻകം കുറവാണ്, എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. ദെൻ സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ച ബജറ്റാ. സർപ്ലസ് ആവുമ്പോൾ മിച്ച ബജറ്റ്, മിച്ചം കിട്ടണമെങ്കിൽ ഇൻകം കൂടുതലാകണം, ചെലവ് കുറവാകണം. ഇതാണ് ലോജിക്ക്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബാലൻസ്ഡ് ബജറ്റ് ഇത് മത്സര പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ ചോദിക്കും. ഓക്കെ, ഇത് നമുക്ക് വരും ഈ പറയുന്ന ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. അടുത്തതായിട്ട് നമ്മൾ പണപ്പെരുപ്പം, പണച്ചുരുക്കം, ആ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന പണനയം എന്താണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ധനനയം എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ വാക്ക് ഞാൻ പറയും. അപ്പം നിങ്ങൾക്ക് അത് വീണ്ടും ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ എന്താണ് മിച്ച ബജറ്റ്, എന്താണ് കമ്മി ബജറ്റ് എന്ന് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വ്യക്തമായെങ്കിൽ മാത്രമേ അടുത്ത കണ്ടന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷയിൽ അത് ഏത് നിലവാരമായിക്കോട്ടെ, നിങ്ങൾ 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഈവൻ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു KS നിലവാരത്തിലുള്ള മത്സര പരീക്ഷ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു നോക്കിയോ, ഈ കണ്ടന്റ് ചോദിക്കാറുണ്ട്. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം, ഡിഫ്ലേഷൻ അല്ലെങ്കിൽ പണച്ചുരുക്കം. ഒറ്റ ലോജിക്ക് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും കയ്യിലെല്ലാം എന്തുണ്ട്, പണമുണ്ട്. പണത്തിന്റെ അളവ് കൂടുതൽ. ഇതാണല്ലോ ലോജിക്ക്. പണം പെരുകിയിരിക്കുക. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ GK എല്ലാം വായിച്ച് നിങ്ങൾക്ക് GK മൊത്തം നിങ്ങളുടെ തലയിൽ പെരുകിയിരിക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? GK മൊത്തം നിങ്ങൾക്ക് അറിയാം. ഇംഗ്ലീഷ് നിങ്ങൾ മൊത്തവും പഠിച്ച് ഇംഗ്ലീഷ് മൊത്തം പെരുകിയിരിക്കുക എന്ന് വെച്ചാൽ തലയിൽ മൊത്തം കണ്ടന്റും ഉണ്ട്. ഇതല്ലേ നമ്മൾ പെരുകുക എന്ന് പറഞ്ഞാൽ, കൂടുക എന്നല്ലേ പറയാം. അപ്പൊ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ അളവ് കൂടുതൽ എന്ന് വെച്ചാൽ എന്റെയും നിങ്ങളുടെയും കയ്യിലെല്ലാം. ഇപ്പൊ ഞാനൊരു ദരിദ്രനാണ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു ദരിദ്രനാണെന്ന് ഇരിക്കട്ടെ. ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോ രത്തൻ ടാറ്റ, ബിർള, ആദിത്യ ബിർള തുടങ്ങിയിട്ടുള്ള വമ്പൻ ടീമുകളാണ് ഈ ക്ലാസ്സുകൾ കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും എന്നിരിക്കട്ടെ. എങ്കിൽ നിങ്ങളുടെ എന്റെയും കയ്യിലെല്ലാം എന്തുണ്ട്, പണമുണ്ട്. ഇതിനെ അറിയപ്പെടുന്ന പേരല്ലയോ പണപ്പെരുപ്പം. എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട് എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് പണപ്പെരുപ്പം. പണത്തിന്റെ അളവ് കൂടുതൽ. പണത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ പണത്തിന്റെ, വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, പണത്തിന്റെ മൂല്യം കുറവായിരിക്കും. പണത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ എപ്പോഴും പണത്തിന്റെ മൂല്യം എന്തായിരിക്കും, അത് കുറവായിരിക്കും. നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും നോക്കുന്നു, ഒരു 100 സൈക്കിൾ നമ്മുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ 100 മൊബൈൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 100 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനോടുള്ള വാല്യൂ കുറവായിരിക്കും. ഇതൊരു ആറ്റിറ്റ്യൂഡായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇതൊരു ഫിലോസഫി അല്ല, ജസ്റ്റ് ഈ തിയറി പഠിക്കാൻ വേണ്ടി ഒരു ലോജിക്കായിട്ട് ഓർത്ത് വെക്കുക. പണത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ പണത്തിന്റെ മൂല്യം എന്തായിരിക്കും, കുറവായിരിക്കും. ദെൻ ആ സമയത്ത് സാധനങ്ങളുടെ വില മറക്കല്ല, ഇതൊന്ന് നോട്ട് ചെയ്തേക്കണേ. പണത്തിന്റെ അളവ് കൂടുതൽ, പണത്തിന്റെ മൂല്യം കുറവ്. ആ സമയത്ത് സാധനങ്ങളുടെ വില എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം എത്ര കണ്ട് വില കൂടിയാലും മേടിക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ട്, പണമുണ്ട്. അതാണ് പണപ്പെരുപ്പം. അപ്പൊ പണപ്പെരുപ്പത്തിനെ നമുക്ക് മറ്റു 3 പേരിൽ പറയാം. ഒന്ന് പണപ്പെരുപ്പം, അതുമല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, അതുമല്ലെങ്കിൽ നാണയപ്പെരുപ്പം, അതുമല്ലെങ്കിൽ നാണ്യപ്പെരുപ്പം. 4 വാക്ക് നമുക്ക് ഉപയോഗിക്കാം. പണപ്പെരുപ്പം, നാണയപ്പെരുപ്പം, നാണ്യപ്പെരുപ്പം, ഇൻഫ്ലേഷൻ. 4 വാക്കും സെയിം ആണ്. ഓക്കെ, സെയിം ലോജിക്കാണ്. അളവ് കൂടുതൽ, പണത്തിന്റെ അളവ് കൂടുതൽ, പണത്തിന്റെ മൂല്യം കുറവ്, സാധനങ്ങളുടെ വില കൂടുതൽ. എത്ര കണ്ട് വില കൂടിയാലും മേടിക്കാൻ നിങ്ങളുടെ എന്റെയും കയ്യിൽ എന്തുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്, പണം ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ പണച്ചുരുക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന് ഓപ്പോസിറ്റ് അങ്ങ് പഠിച്ചാൽ മതി. പണച്ചുരുക്കം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ അളവ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണത്തിന്റെ അളവ് കുറവ്. പണത്തിന്റെ അളവ് കുറവാണെങ്കിൽ പണത്തിന്റെ മൂല്യം നിങ്ങൾ തന്നെ പറ. പണത്തിന്റെ മൂല്യം കൂടുതലാണ്. പണത്തിന്റെ മൂല്യം കൂടുതലാണ്. ദെൻ സാധനങ്ങളുടെ വില എന്തായിരിക്കും, സാധനങ്ങളുടെ വില കുറവായിരിക്കും. കാരണം എത്ര കണ്ട് വില കുറഞ്ഞാലും മേടിക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ പണമില്ലെന്നേ. അതിനെയാണല്ലോ നമ്മൾ പണച്ചുരുക്കം അല്ലെങ്കിൽ നാണയ ചുരുക്കം അല്ലെങ്കിൽ നാണ്യ ചുരുക്കം, അതും അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പണപ്പെരുപ്പമുണ്ട്, പണച്ചുരുക്കമുണ്ട്. ഇനി നമുക്കിതിന്റെ തിയറി, ഒരു ലോജിക്ക് മനസ്സിലായി. എന്താണ് പണപ്പെരുപ്പം എന്ന് മനസ്സിലായി. 3 കണ്ടീഷൻസ് അതിലോട്ട് മാറ്റി എഴുതിക്കോണം. എന്തൊക്കെയാ? പണത്തിന്റെ അളവ് കൂടുതൽ,
സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ രാജ്യത്ത് പണത്തിന്റെ അളവ് കൂടുതൽ, പണത്തിന്റെ മൂല്യം കുറവ്, സാധനങ്ങളുടെ വില കൂടുതൽ എന്ന് വെച്ചാൽ വിലക്കയറ്റം. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? വിലക്കയറ്റം എന്നും പറയാം. ഓക്കെ, ദെൻ പണച്ചുരുക്കം എന്ന് പറഞ്ഞാൽ വില ചുരുക്കം. പണത്തിന്റെ അളവ് കുറവ്, പണത്തിന്റെ മൂല്യം കൂടുതൽ, സാധനങ്ങളുടെ വില കുറവ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പണപ്പെരുപ്പം, പണച്ചുരുക്കത്തിന് ബേസ് കിട്ടിയല്ലോ. ഈ ബേസിന്റെ പുറത്താണ് നമ്മൾ ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. പെരുപ്പം എന്താണെന്ന് കിട്ടി, പണച്ചുരുക്കം എന്താണെന്ന് കിട്ടി. അടുത്തത്, ഇനി പറയുന്ന പണപ്പെരുപ്പ സമയത്ത്, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പമല്ലയോ, ഈ പണപ്പെരുപ്പ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഫിസ്ക്കൽ പോളിസി പറയുക. NCERT സ്കൂൾ ടെക്സ്റ്റിലെ ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് തരുക. NCERT സ്കൂൾ ടെക്സ്റ്റിൽ ഒരു ബോക്സ് കൊടുത്തേപ്പുണ്ട് ഈ ഒരു ചാപ്റ്ററിന്. അത് ചാപ്റ്ററൊക്കെ എന്താണെന്ന് പറയുന്ന ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇതങ്ങ് വായിക്കുക, പഠിക്കുക. ആ NCERT സ്കൂൾ ടെക്സ്റ്റിൽ ഓരോ ചാപ്റ്ററിൽ ഈ പറയുന്ന ഓരോരോ കണ്ടന്റ് കൊടുത്തേപ്പുണ്ട്. എക്കണോമിക്സിന്റെ ചാപ്റ്റർ അതിൽ കൊടുത്തേക്കുന്ന വാക്കാണ് ഫിസ്ക്കൽ പോളിസി അറ്റ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പ സമയത്ത് എന്തൊക്കെ ഫിസ്ക്കൽ പോളിസി ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. ഗവൺമെന്റിന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ എന്ത് വരരുത്, ഇനിയും പണം കൂടരുത്, പണം കുറയണം, പണത്തിന്റെ അളവ് കുറയണം, ഒരു ന്യൂട്രൽ സ്റ്റേജിലാക്കണം. അതിനുവേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന നയമാണല്ലോ ഫിസ്ക്കൽ പോളിസി. ഒന്നാമത്തത്, ഗവൺമെന്റ് ചെലവുകൾ അങ്ങ് കുറയ്ക്കും. നോക്കൂ, ഗവൺമെന്റ് വീണ്ടും ചെലവ് ചെയ്യേണ്ട, ഗവൺമെന്റ് ചെലവ് കുറയ്ക്കുന്നു. അപ്പൊ ഗവൺമെന്റ് ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എക്കോണമിയിലേക്ക് വീണ്ടും പണം വരത്തില്ല. അപ്പം ഈ സമ്പദ് വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തേക്ക് പണം വന്നാലല്ലേ എന്റെയും നിങ്ങളുടെയും കയ്യിൽ പണം വരൂ. അപ്പൊ ഗവൺമെന്റ് ചെലവുകൾ കുറയ്ക്കുമ്പം പണത്തിന്റെ ഒഴുക്ക് എക്കോണമിയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തേക്ക് പണത്തിന്റെ അളവ് കുറയും, ഗവൺമെന്റ് ചെലവ് കുറയ്ക്കും. ദെൻ ട്രാൻസ്ഫർ പേയ്മെന്റ് കുറയ്ക്കുക. എന്താ ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റിന് യാതൊരു തരത്തിലുമുള്ള റിട്ടേണും ഇല്ല, പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ചെലവാണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പം പെൻഷൻ ഒരു ട്രാൻസ്ഫർ പേയ്മെന്റ്. കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ നൽകുന്നു, സംസ്ഥാന ഗവൺമെന്റ് പെൻഷൻ നൽകുന്നു. പെൻഷൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും റിട്ടേൺ അതിനകത്തു നിന്നുണ്ടോ? നോക്കൂ, ഞാൻ പ്രായമായി, അല്ലെങ്കിൽ ഈ ക്ലാസ് കാണുന്ന നമ്മളെല്ലാവരും ഏജ് ഓവറായി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന റിട്ടയർമെന്റ് ലൈഫായി, എങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ പറയുന്ന മാസം കിട്ടുന്ന 1200 രൂപ അല്ലെങ്കിൽ മാസം കിട്ടുന്ന 1500 എത്ര രൂപ ആയിക്കോട്ടെ, ആ അത്രയും രൂപ ട്രാൻസ്ഫർ പേയ്മെന്റാണ്. അത് ഗവൺമെന്റിന് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ? ഇല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻകമാണ്. അതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ഇനി സബ്സിഡി പറയുന്നു. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുന്നു, ഒരു കാർഷിക ഉപകരണം മേടിക്കുക. ഞാനൊരു കൊയ്ത്ത് യന്ത്രം മേടിക്കാൻ പോയി. കൊയ്ത്ത് യന്ത്രം മേടിക്കാൻ പോയ സമയത്ത് 1 ലക്ഷം രൂപയാണ് കൊയ്ത്ത് യന്ത്രത്തിന് എക്സാമ്പിൾ. എങ്കിൽ ഗവൺമെന്റ് പറയാം, നിങ്ങൾ ഇയാൾ രഞ്ജിത്തെ 1 ലക്ഷം രൂപ തരണ്ട, ഇയാൾ 50,000 രൂപ അടച്ചാൽ മതി. ബാക്കി 50,000 രൂപ ഗവൺമെന്റ് ഇട്ട് സബ്സിഡി ആയിട്ട് തരും. നമ്മുടെയൊക്കെ വീടുകളിൽ, ഗ്രാമപ്രദേശത്തായിക്കോട്ടെ നഗരപ്രദേശത്തായിക്കോട്ടെ, പണ്ട് കാലത്ത് എൻ്റെ കൊച്ചുനാളിലൊക്കെ ഇപ്പോഴും ഉണ്ട്, ഗ്രാമസഭകളിലൊക്കെ സബ്സിഡി ആയിട്ട് കന്നുകാലികളെ തരും, പശുക്കുട്ടിയെ തരും. ദെൻ അത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു 5,000 രൂപ ഗവൺമെന്റ് തരും സബ്സിഡി ആയിട്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5,000 രൂപ കൊടുക്കണം. അപ്പോൾ 10,000 രൂപയുടെ കന്നുകാലിയെ കിട്ടും അല്ലെങ്കിൽ പശുക്കുട്ടിയെ കിട്ടും. അതിനെ വളർത്തി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. മറ്റൊരു എക്സാമ്പിൾ. ഇനി മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്കോളർഷിപ്പ്. ഇപ്പൊ എനിക്ക് പഠിക്കുന്ന, ഇപ്പം ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും MBBS പഠിച്ചുകൊണ്ടിരിക്കുക എന്നിരിക്കട്ടെ. നിങ്ങൾ MBBS പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി. ഗവൺമെന്റ് വിചാരിക്കുവാണോ നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും MBBS പഠനം പൂർത്തീകരിച്ച് ഡോക്ടറായിട്ട് ഇവിടെ തന്നെ സേവനം അനുഷ്ഠിക്കും എന്നൊരു മിഥ്യാധാരണ വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി എവിടെയാണ് കിട്ടുന്നത്? ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കും, ഗൾഫിലായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി നിങ്ങൾ ഡോക്ടർ സേവനം നടത്താം. അപ്പൊ ഇതൊന്നും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ചെയ്യുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഗവൺമെന്റ് യാതൊരു റിട്ടേണും അതിനകത്ത് കിട്ടുന്നില്ല. ഇതിനെ അറിയപ്പെടുന്നവരാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. അപ്പൊ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ മാത്രം ഓർക്കുക. പെൻഷൻ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്, സബ്സിഡി ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്, സ്കോളർഷിപ്പ് ട്രാൻസ്ഫർ പേയ്മെന്റ്. അത് കുറയ്ക്കുക. അപ്പൊ അത് കുറയ്ക്കുമ്പം എന്ത് കുറയും? പണപ്പെരുപ്പം കുറയും എന്നാണ് ഫിസ്ക്കൽ പോളിസിയിലൂടെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് ചെലവ് കുറയ്ക്കുന്നു. ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? ഒരു ചെലവ് തന്നെ അല്ലയോ? പെൻഷൻ കൊടുക്കുന്നു, ചെലവ് തന്നെയാ. സബ്സിഡി കൊടുക്കുന്നു, ചെലവ് തന്നെയാ. അപ്പൊ ആ ചെലവ് കുറയ്ക്കുന്നു. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്. അപ്പൊ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂന്നാമത്തത്, ഗവൺമെന്റിന്റെ കടം വാങ്ങൽ കുറയ്ക്കുന്നു. ഗവൺമെന്റിന്റെ ചെലവ് ഇപ്പൊ എന്റെ വീട്ടിലെ, ഇപ്പൊ നോക്കൂ, നമ്മുടെ വീട്ടിലെ ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചെലവ് കുറയ്ക്കുന്നു. നമ്മൾ വേറെ ആർക്കെങ്കിലും കൃത്യമായിട്ട് ഏതെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു. കടം വാങ്ങലും കുറയ്ക്കുന്നു. ഇതല്ലയോ നമ്മൾ പറയുന്നത്? നമ്മുടെ വീട്ടിൽ പണം പെരുകിയിരിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കടം വാങ്ങലും കുറയ്ക്കും. കാരണം നമ്മുടെ ഈ പണമുണ്ട്. അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്നത് കടം വാങ്ങലും എന്ത് ചെയ്യും? കുറയ്ക്കും. ഓക്കെ. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് മിച്ച ബജറ്റ് അവതരിപ്പിക്കുക. അപ്പൊ മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ തന്നെ പറ. കമ്മി ബജറ്റ് അല്ല, മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം വരുമാനം കൂടുതൽ, ചെലവ് കുറവ്. ചെലവ് കുറഞ്ഞു. അപ്പൊ ചെലവ് കുറയാന്ന് പറഞ്ഞാൽ ചെലവ് കുറയ്ക്കുക, ഈ വാക്ക്. പേയ്മെന്റുകൾ കുറയ്ക്കുക, കടം വാങ്ങൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ 3 വാക്കിലും എന്തുണ്ട്? ചെലവ് കുറയ്ക്കുക. വരുമാനം കൂടി, ചെലവ് കുറഞ്ഞ. അപ്പൊ മിച്ച ബജറ്റ് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് സർപ്ലസ് ബജറ്റ്. ഓക്കെ, മെയിൻറ്റെയിൻ സർപ്ലസ് ബജറ്റ്. ഗവൺമെന്റ് ചെലവ് റെഡ്യൂസ് ചെയ്യുക, ട്രാൻസ്ഫർ പേയ്മെന്റ് റെഡ്യൂസ് ചെയ്യുക, ഗവൺമെന്റിന്റെ ബോറോയിങ്സ് റെഡ്യൂസ് ചെയ്യുക, മേക്ക് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ സർപ്ലസ് ബജറ്റ്. ഇത്രയാണ് 4 പോയിന്റ് നമ്മൾ എന്തായിട്ട് ഇംഗ്ലീഷിലും പറഞ്ഞിരിക്കുന്നത്. ഫിസ്ക്കൽ പോളിസി അറ്റ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാ. താഴെ പറയുന്നവയിൽ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ സമയത്ത് ഗവൺമെന്റ് എടുക്കുന്ന നടപടികളിൽ പെടാത്തതേത്? എന്താണ് ചോദ്യം വരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫിസ്ക്കൽ പോളിസി ക്ലിയർ. ദെൻ ഇനി അടുത്ത അതേ ഫിസ്ക്കൽ പോളിസി ഏത് സമയത്ത്? ഡിഫ്ലേഷൻ അല്ലെങ്കിൽ പണച്ചുരുക്കം എന്നല്ലേ നമ്മൾ പറഞ്ഞേ? പണച്ചുരുക്ക സമയത്ത് മറ്റേതിന് ഓപ്പോസിറ്റ്. മറ്റേത് ചെലവ് കുറയ്ക്കുമായിരുന്നു. ഇവിടെ എന്തുമായിരിക്കും? നിങ്ങൾ തന്നെ പറ. പണം ചുരുങ്ങി, ആളുകളുടെ കയ്യിൽ പണമില്ല, ഒറ്റ മനുഷ്യരുടെ കയ്യിൽ പണമില്ല. ആ സമയത്ത് എന്ത് ചെയ്യും? എക്കോണമിയിലേക്ക് മണി പമ്പ് ചെയ്യാൻ ആര് ശ്രമിക്കും? ഗവൺമെന്റ് ട്രൈ ചെയ്യും. ഗവൺമെന്റിന്റെ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ ചെലവ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റിന്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ഒരു ഗവൺമെന്റ് ചെലവ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ റെയിൽവേ നവീകരണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നവീകരണ പ്രവർത്തനം ചെയ്യുമ്പോൾ ഗവൺമെന്റ് ചെലവ് വർദ്ധിക്കും. ആ ഗവൺമെന്റ് ചെലവ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചെലവ് വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പൊ റെയിൽവേ നവീകരണം വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്നു. അപ്പൊ അവർക്ക് ഇൻകം ക്രിയേറ്റ് ആയി, എക്കോണമിയിലേക്ക് തിരിച്ചു വീണ്ടും എന്ത് ചെയ്യുന്നു? പണം വരുന്നു. ഇതാണ് ഗവൺമെന്റ് ചെലവുകൾ വർദ്ധിപ്പിക്കുമ്പോൾ. ദെൻ ഗവൺമെന്റ് ചെലവ്, ഈ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ചെലവുകൾ വർദ്ധിപ്പിച്ചു എങ്കിൽ എന്തൊക്കെ വർദ്ധിപ്പിക്കണം? ട്രാൻസ്ഫർ പേയ്മെന്റ് വർദ്ധിപ്പിച്ചു, പെൻഷൻ കൂട്ടി, സബ്സിഡി കൂട്ടി, സ്കോളർഷിപ്പ് കൂട്ടി. ഇപ്പൊ ട്രാൻസ്ഫർ പേയ്മെന്റ് വർദ്ധിപ്പിച്ചു. ദെൻ പൊതുകടം ഉയർത്തുക. വീണ്ടും ഇന്ത്യ എന്ന മഹാരാജ്യം എന്ത് ചെയ്യുന്നു? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളിലെ സംഘടനകളിൽ നിന്ന്, ADB-യിൽ നിന്ന്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്ന്, ലോക ബാങ്ക് എന്നറിയപ്പെടുന്ന IBRD-യിൽ നിന്ന്, അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ IMF-ൽ നിന്ന്, അല്ലെങ്കിൽ ഏത് ബാങ്ക് ആയിക്കോട്ടെ ആ ബാങ്കിൽ നിന്ന് കടം മേടിക്കുന്നു. അപ്പൊ പൊതുകടം ഉയരും. പൊതുകടം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗവൺമെന്റിന്റെ കടത്തിന്റെ പേരാണ് പൊതുകടം. ദെൻ ഏറ്റവും 4-മത്തെ വാക്ക് കമ്മി ബജറ്റ് നടപ്പിലാക്കുക. കമ്മി ബജറ്റിന് ഇംഗ്ലീഷ് വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെഫിസിറ്റ് ബജറ്റ്. അപ്പൊ കമ്മി ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻകം കുറവും ചെലവ് കൂടുതൽ. ചെലവ് വർദ്ധിപ്പിച്ചു, കട ഉയർത്തി, ചെലവായി. അപ്പൊ ചെലവ് കൂടുതലും വരുമാനം കുറവും. കമ്മി ബജറ്റ് നടപ്പിലാക്കി. ഡെഫിസിറ്റ് ബജറ്റ്, മെയിൻറ്റെയിൻ എ ഡെഫിസിറ്റ് ബജറ്റ്. അപ്പൊ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, ട്രാൻസ്ഫർ പേയ്മെന്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ടോട്ടൽ ബോറോയിങ്സ് അല്ലെങ്കിൽ പൊതുകടം, നമ്മൾ പറയുന്നത് നാഷണൽ ഡെപ്റ്റ് എന്നറിയപ്പെടുന്ന പൊതുകടം ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ദെൻ മെയിൻറ്റെയിൻ ഡെഫിസിറ്റ് ബജറ്റ്, കമ്മി ബജറ്റ് നടപ്പാക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഫിസ്ക്കൽ പോളിസി അറ്റ് ദ ടൈം ഓഫ് ഡിഫ്ലേഷൻ. ഇത് ആരാ ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇതേപോലെ ആർക്ക് നടപ്പിലാക്കാം? സംസ്ഥാന ഗവൺമെന്റിന് നടപ്പിലാക്കാം. ക്ലിയർ ആണോ? ഇപ്പൊ പണപ്പെരുപ്പ സമയത്തും പണച്ചുരുക്ക സമയത്തും ഗവൺമെന്റ് ചെയ്യുന്ന ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ എന്താണ് ധനനയം എന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുക. ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനുള്ള ധനനയങ്ങളെ പ്രധാനമായിട്ടും 2ആയി തിരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ധനനയം എന്താണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താ ധനനയം എന്ന് പറഞ്ഞാൽ? പൊതുകടം അല്ലെ? നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം ഇതാ: പൊതുകടം, പൊതുച്ചെലവ്, നികുതി ചുമത്തൽ, കടം വാങ്ങൽ എന്നിവയെ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ നയത്തിന്റെ പേരില്ലയോ ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ രാജ്യം, അത് ഇന്ത്യ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഏത് രാജ്യം ആയിക്കോട്ടെ, ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, സ്ഥിരമാക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുക സസ്റ്റൈനബിൾ ആക്കുക. അതിനു വേണ്ടിയുള്ള ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയങ്ങളെ 2ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ, വേറെ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ആരും പ്രഷർ കൊടുക്കാതെ, ഇപ്പൊ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കുറച്ച് നയങ്ങളുണ്ട്. അതിനെ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. എന്തോന്ന് പറഞ്ഞുതരാം. സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ മീനിങ് ഇങ്ങനെയാണ്: സമ്പദ് വ്യവസ്ഥയിൽ ബോധപൂർവമായ നടപടികൾ ഒന്നുമില്ലാതെ
സ്വയം പ്രവർത്തിക്കുന്ന നയങ്ങൾ എന്ന് വെച്ചാൽ ബോധപൂർവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് അത് സ്വയം പ്രവർത്തിക്കുന്ന കുറച്ച് നയങ്ങളുണ്ട്. അതിനെ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. ഓട്ടോമാറ്റിക് ആയിട്ടാണ് അത് ചെയ്യുന്നത്. എന്തോന്ന് പറയാം. സ്റ്റെബിലൈസ് ചെയ്യുക വെച്ചാൽ എന്താ, മെയിൻറ്റെയിൻ ചെയ്യുക, സുസ്ഥിരമാക്കുക. നമ്മൾ വീട്ടിലെ സ്റ്റെബിലൈസർ ഒക്കെ ഉണ്ടല്ലോ, അതേ ലോജിക്ക. എക്സാമ്പിൾ, ആനുപാതിക നികുതി. എല്ലാ നികുതി ഇല്ല, ആ വാക്ക് ഇമ്പോർട്ടന്റ്. പ്രൊപ്പോർഷണൽ ടാക്സേഷൻ എന്ന് പറയും. ആനുപാതിക നികുതി. നോക്കൂ, ഇപ്പം 1,00,000 രൂപ എനിക്ക് വരുമാനമുണ്ട്. ഗവൺമെന്റ് പറയുക ഏത് വരുമാനം ആയിക്കോട്ടെ 10% ടാക്സ് അടയ്ക്കണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10% ടാക്സ് നിങ്ങൾ അടയ്ക്കണം. അതാണ് ആനുപാതിക നികുതി. അപ്പോൾ 1,00,000 രൂപ മേടിക്കുന്ന ഞാൻ എനിക്ക് 1,00,000 രൂപ ഉണ്ടെന്നിരിക്കട്ടെ, എങ്കിൽ എൻ്റെ ടാക്സ് എത്രയാണ്? 10,000 രൂപ അടയ്ക്കണം. അതാണ് ആനുപാതിക നികുതി. നോക്കൂ, 10 ലക്ഷം രൂപ ഉള്ളവനോ, 10 ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് വരുമാനം ഉണ്ട്. ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും 1 കോടി രൂപ വെച്ച് വരുമാനം ഉണ്ടെങ്കിൽ 1 കോടിയുടെ 10% എത്രയാണ്? 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം. 1 ലക്ഷം രൂപക്കാരൻ 10,000 രൂപ അടച്ചാൽ മതി. 1 കോടി രൂപക്കാരൻ 10 ലക്ഷം രൂപ അടയ്ക്കണം. എന്ന് വെച്ചാൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് ആനുപാതിക ടാക്സ്. എന്ന് വെച്ചാൽ ഇൻകം കൂടുമ്പം ടാക്സ് കൂടും, ഇൻകം കുറയുമ്പം ടാക്സ് കുറയും. ഇതാണ് പ്രൊപ്പോർഷണൽ ടാക്സ് അല്ലെങ്കിൽ ആനുപാതിക നികുതി. നോക്കൂ, ആരെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഗവൺമെന്റ് പറയണോ ആനുപാതിക നികുതി കൂട്ടണം? പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ആനുപാതിക നികുതി കൂടുതലാണ്. ഇൻകം കൂടുതലാണെങ്കിൽ ആനുപാതിക നികുതിയും കൂടുതലാണ്, ഇൻകം കുറവാണെങ്കിൽ ആനുപാതിക നികുതിയും കുറവാണ്. ഇതാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറിന് ഒരു എക്സാമ്പിൾ, ആനുപാതിക നികുതി. ദെൻ തൊഴിലില്ലായ്മ വേതനം. ഈ രാജ്യത്ത് തൊഴിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തൊഴിലില്ലായ്മ വേതനം ഉണ്ട്. അതാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. അത് തൊഴിലുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നോക്കൂ, എക്കോണമിയിൽ, ഈ സമ്പദ് വ്യവസ്ഥയിൽ ഞാൻ ടെസ്റ്റ് ഒക്കെ എഴുതി, എനിക്ക് ടെസ്റ്റ് എഴുതി ഒന്നും കിട്ടിയില്ല എന്നിരിക്കട്ടെ, ഞാൻ വർക്ക് ചെയ്തില്ല, ഞാൻ അലസനായിട്ട് നടന്നു, എനിക്ക് അതുകൊണ്ട് പരീക്ഷ കിട്ടിയില്ല, എങ്കിൽ എനിക്ക് തൊഴിലില്ലായ്മ വേതനം കിട്ടുന്നു. ഈ പറഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ ആരെങ്കിലും പ്രവർത്തിച്ചോ? ഇല്ല. ഗവൺമെന്റ് പറഞ്ഞോ തൊഴിലില്ലായ്മ വേതനം ഇംപ്ലിമെന്റ് ചെയ്യില്ല? അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. സ്വയം പ്രവർത്തിക്കുന്ന കുറച്ച് നയങ്ങളുണ്ട്. അപ്പൊ നേരത്തെ ഗവൺമെന്റ് ചെയ്ത നയമാണ്, അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അതിനെ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. ആനുപാതിക നികുതി ഒരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആണ്, മറക്കരുത്. തൊഴിലില്ലായ്മ വേതനം എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആണ്. ഇനി ഓപ്പോസിറ്റ് ഉണ്ട്. അതായത് എന്താ, രണ്ട് ധനനയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഒന്ന് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ, രണ്ടാമത്തതാണ് ഡിസ്ക്രേഷണറി ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ വിവേചനപരമായ ധനനയം. ഡിസ്ക്രേഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതുചെലവ് ആരുടെ ചെലവാ? ഗവൺമെന്റിന്റെ ചെലവ്. പൊതുകടം, ഗവൺമെന്റിന്റെ കടം, നികുതി നിരക്ക് എന്നിവയിൽ ഗവൺമെന്റ് ബോധപൂർവമായ ഇടപെടൽ നടത്തും. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇടപെടും. പൊതുചെലവ് കുറയ്ക്കണം, പൊതുചെലവ് കൂട്ടണം, പൊതുകടം കുറയ്ക്കണം, പൊതുകടം കൂട്ടണം, നികുതി നിരക്ക് കൂട്ടണം, നികുതി നിരക്ക് കുറയ്ക്കണം. ഇതാണ് സംഭവം. ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യും. ഗവൺമെന്റ് എന്ത് ചെയ്യും? ബോധപൂർവമായ ഗവൺമെന്റ് ഇടപെടും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് വിവേചനപരമായ ധനനയം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനുള്ള ധനനയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ഈ രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഒന്ന് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ, മറ്റൊന്ന് ഡിസ്ക്രേഷണറി ഫിസ്ക്കൽ പോളിസി. അപ്പൊ ചില ആളുകൾ വിചാരിക്കും, അയ്യോ ഞാൻ 10th ലെവൽ മെയിൻസ് അല്ലയോ, ഇത്രയും ഡെപ്തിലൊക്കെ പഠിക്കണോ? ഈ കഴിഞ്ഞ മത്സര പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നല്ലോ കോൺസ്റ്റിറ്റ്യൂഷനകത്തുനിന്ന്. അപ്പൊ നമുക്കൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് NCERT ആയിക്കോട്ടെ, SCERT ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് ആയിക്കോട്ടെ, ഡിഗ്രി നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എല്ലാം പഠിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മൾ ചെയ്യുന്നു. പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണെന്ന് നമ്മൾ ചെയ്യുന്നു. അപ്പം നിങ്ങളത് പഠിക്കുക, വായിക്കുക, പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ടോപ്പിക് അറിയാമല്ലോ. ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ കൊടുത്തേക്കുന്ന ടോപ്പിക്സ് എക്കണോമിക്സ് പഠിക്കണം, ദെൻ പോക്കറ്റ് CA ആൻഡ് കറണ്ട് അഫയേഴ്സ് മൈക്രോ നോട്ട്. പോക്കറ്റ് CA അതിലൊരു വീഡിയോ നമ്മൾ നേരത്തെ പബ്ലിഷ് ചെയ്തപ്പോൾ പോക്കറ്റ് CAയുടെ കറണ്ട് അഫയേഴ്സ്, ദെൻ കറണ്ട് അഫയേഴ്സിൻ്റെ മൈക്രോ നോട്ട് പഠിക്കണം, ദെൻ സയൻസ് ഫാക്ട്. ഇന്ന് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ടതാണ്. ഇത്രയും കണ്ടന്റ് പഠിച്ചതിന് ശേഷം രാത്രി 9 മണിക്ക് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എക്സാം, രാത്രി 9 മണിക്ക്. അപ്പോൾ ഈ പറയുന്ന എക്കണോമിക്സ് പഠിക്കണം, ഈ ക്ലാസ് കാണണം, ഇതിനെ PDF നോട്ട് വായിക്കണം, ദെൻ അതിനുശേഷം വർക്കൗട്ട് ബാച്ചിൽ തരുന്ന പോക്കറ്റ് CA, കറണ്ട് അഫയേഴ്സ്, മൈക്രോ നോട്ട് പഠിക്കണം, വായിക്കണം. സയൻസിന്റെ ഫാക്റ്റും, സയൻസ് കില്ലർ ആയിരിക്കാം, സയൻസ് PDF ആയിക്കോട്ടെ, അത് പഠിക്കണം. ഉറപ്പായിട്ടും അത് പരീക്ഷയായിട്ട് രാത്രി ഇന്നത്തെ ദിവസം, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്നത്തെ ദിവസം രാത്രി 9 മണിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ഇതിങ്ങനെ ഡെയിലി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. ഇനി ഈ വർക്കൗട്ട് ബാച്ച് ഇനിയും വർക്കൗട്ട് ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ആരും നിർബന്ധിക്കുന്നില്ല, ആരുടെയും തലയിലേക്ക് വെച്ച് കെട്ടി തരുന്നില്ല.
സെക്രട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2025 10th ലെവൽ മെയിൻസ്, സല്യൂട്ട് 2025 എന്ന് പറഞ്ഞാൽ യൂണിഫോം തസ്തികയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു വർക്കൗട്ട് ബാച്ച് ഉണ്ട്. അങ്ങനെ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് 9072728242 നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക. വാട്സപ്പ് മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഏത് വർക്കൗട്ട് ബാച്ച് ആണോ വേണ്ടത് അതിനുശേഷം നിങ്ങളുടെ പേര് ഇത് രണ്ടും ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, ഏകദേശം നമ്മൾ 12ഓളം വർക്കൗട്ട് ബാച്ച് നിലവിലുണ്ട്. 12ഓളം വർക്കൗട്ട് ബാച്ചിൽ HSAയുടെ വർക്കൗട്ട് ബാച്ച് ഉണ്ട്, ഈ പറഞ്ഞ 10th ലെവൽ മെയിൻസിൻ്റെ ഉണ്ട്, 10th ലെവൽ മെയിൻസുമായി ബന്ധപ്പെട്ട 12th ലെവൽ മെയിൻസ് പ്രിലിംസിൻ്റെ വർക്കൗട്ട് ബാച്ച് ഉണ്ട്, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ വർക്കൗട്ട് ബാച്ച് ഉണ്ട്, HSAയുടെ ഉണ്ട്, HSSTയുടെ ഉണ്ട്. അപ്പോൾ ഇത്രയും വർക്കൗട്ട് ബാച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വർക്കൗട്ട് ബാച്ച് ആണെന്ന് ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തേക്കാം. ക്ലിയർ? ദെൻ അടുത്തത് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാം. ട്രാൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഏതായിരിക്കും? നിങ്ങളതൊന്ന് ആൻസർ കമന്റ് ചെയ്യാൻ ശ്രമിച്ചേ. ഒന്ന് ആൻസർ കമന്റ് ചെയ്തേ. നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമല്ലോ, ഒന്ന് ആൻസർ കമന്റ് ചെയ്തേ. കേരളമാണോ, തമിഴ്നാടാണോ, ഒഡീഷയാണോ, ബീഹാറാണോ? ആൻസർ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ആൻസർ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനം അത് കേരളമാണ്. നമുക്കറിയാം, ഭിന്നലിംഗക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കുടുംബശ്രീ യൂണിറ്റ് ആരംഭിച്ചായിരുന്നു കേരളത്തിൽ. മനസ്വിനി എന്ന കുടുംബശ്രീ യൂണിറ്റിന്റെ പേര്. കോട്ടയം ജില്ലയിലാണ് ആ മനസ്വിനി എന്നറിയപ്പെടുന്ന കുടുംബശ്രീ യൂണിറ്റ് സ്ഥാപിതമായത്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഇത് പഠിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ പഠിക്കേണ്ടത് ഈ പറയുന്ന സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ. ആരാ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി? കേന്ദ്ര മന്ത്രിസഭയുടെ പോർട്ട്ഫോളിയോ ഒക്കെ നിങ്ങൾക്ക് കാണാപ്പാടാവും. ഒന്ന് കമന്റ് ചെയ്തേ. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷയാണ്. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവന. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. 2025 ഫെബ്രുവരി 10 ഞാൻ ഈ വീഡിയോ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിന് ശേഷം എന്ത് നടക്കുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തേക്കണം. ഇപ്പം നിലവിൽ ചേഞ്ച് ഒന്നുമില്ല. ഈ ഫെബ്രുവരി 10 കണ്ടന്റ് സെയിം തന്നെയാണ്. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷാ, സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. വാസവൻ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏഷ്യയിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? അത് കോഴിക്കോടാണ്. ഏഷ്യയിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? അത് കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യത്തെ ഒരു പദ്ധതി ഉണ്ട്, ഓപ്പറേഷൻ സുലൈമാനി എന്നറിയപ്പെടുന്ന വിശപ്പ് രഹിത പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ തുറമുഖം കോഴിക്കോട് തുറമുഖം. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട് കോഴിക്കോടുമായി ബന്ധപ്പെട്ട്. കേരളത്തിൽ ആദ്യത്തെ കോള വിമുക്ത ജില്ല കോഴിക്കോടാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞതേ. അപ്പൊ ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം എവിടെയാണ്? അത് കോഴിക്കോടാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെയുള്ള മത്സര പരീക്ഷയിൽ ചോദിച്ച സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന്, സഹകരണ മേഖലയുടെ ജന്മനാടെന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ഒരു സ്റ്റേറ്റ്മെന്റ്. ശരിയോ തെറ്റോ? ശരിയാണ്. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ. അപ്പൊ നിങ്ങൾ സൈഡിലോട്ട് മാറ്റി എഴുതിക്കോണം. ലോകം റോബർട്ട് ഓവൻ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ. ഓക്കെ, അപ്പൊ റോബർട്ട് ഓവൻ പുരസ്കാരമൊക്കെ ഉണ്ട്. നമ്മൾ പോക്കറ്റ് സിഐക്ക് അത് ഡിസ്കസ് ചെയ്തെയാണ്. ഈ വർഷത്തെ 2024 ഈ പറഞ്ഞ റോബർട്ട് ഓവൻ പുരസ്കാരം കിട്ടിയ കേരളത്തിലെ ഏറ്റവും മികച്ച സഹകാരി എന്നും പറഞ്ഞൊക്കെ കണ്ടന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫ്രെഡറിക് നിക്കോൾസൺ ആണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AK ഗോപാലനാണ് കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. അപ്പൊ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്, ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ, ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ, കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് AK ഗോപാലൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് അന്താരാഷ്ട്ര സഹകരണ വർഷം. നമുക്കറിയാം UN വർഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് മത്സര പരീക്ഷയിൽ. ഇവിടെ അന്താരാഷ്ട്ര സഹകരണ വർഷം എത്രയാണ്? 2012 ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന വർഷം 1904. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ നിയമം നിലവിൽ വന്ന വർഷം എന്ന 1904. ഒരു പ്രത്യേകതയും കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ടോപ്പിക് തീരും. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടിനെയാണ്.
ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടിനെ അറിയപ്പെടുന്ന പേരെന്താ? ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നു. അപ്പൊ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വസ്തുത, ഇന്ത്യൻ സഹകരണ മേഖലയുടെ അല്ലെങ്കിൽ ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. 3 പിതാക്കന്മാരെ പറ്റി പഠിക്കണം. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ, ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ, കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് AK ഗോപാലൻ. ഇനി അന്താരാഷ്ട്ര സഹകരണ വർഷം 2012 ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ നിയമം നിലവിൽ വന്നത് 1904 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രത്യേകത ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? അത് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടിന്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്താവന ചോദ്യം തന്നെ നിങ്ങളോട് പരിചയപ്പെടുത്തുക. ഒന്ന്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ നോക്കുക. ഓപ്ഷൻ ബി, BSE നിലവിൽ വന്നത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1875 ശരിയോ തെറ്റോ എന്തു ആയിക്കോട്ടെ. അപ്പൊ BSE ഒന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ 3 ഓപ്ഷൻ സി, ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് SEBI ആണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന. നാലാമത്തെ പ്രസ്താവന, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന CSE 1978 നിലവിൽ വന്നു. ഇന്ത്യയിൽ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയി രൂപീകൃതമായി. ഈ ക്വസ്റ്റ്യൻ നോക്കണേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്ന് പറഞ്ഞു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1875 പറഞ്ഞു. ഓപ്ഷൻ സി, ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് SEBI ആണ്. ഓപ്ഷൻ ഡി, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1978 ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് രൂപീകൃതമായി. നമുക്കിതിനെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം, വേറെ ഒന്നുമില്ല. ഒറ്റ ലോജിക്ക് മാത്രമേ ഉള്ളൂ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1875 ആണെന്ന് നമുക്കറിയാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റല്ലയോ? കാരണം എന്താ? ഇന്ത്യയിൽ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണോ? അല്ല. അപ്പൊ ഇത് തെറ്റാ. പക്ഷേ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകരിച്ച വർഷം എത്രയാണ്? അത് കറക്റ്റാ, 1978. അതുവരെ കറക്റ്റാ. പക്ഷെ ഇന്ത്യയിൽ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തല്ല? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ശരിയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1875 ശരിയാണ്. ഓപ്ഷൻ സി, ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് SEBI. 3 ഓപ്ഷനും ശരിയാണ്. എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്, ഡി തെറ്റാ. ഡി എങ്ങനെയാ തെറ്റാവുന്നത്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1978 ഫോം ചെയ്തു, സമ്മതിച്ചു. പക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല, അതേതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് വേണ്ടത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്തോ ഈ ഓഹരി വിപണി, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന സ്ഥലത്തിന്റെ പേരാണെന്ത്? ഓഹരി വിപണി. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ കൊച്ചുനാളിൽ അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊരു സാധനം മേടിക്കണം. നമ്മുടെ കൂട്ടുകാരുകൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിയുമായിട്ടോ നമ്മൾ പുറത്തു പോവുക. അപ്പൊ നമ്മുടെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പറയും? 100 രൂപ എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് ഷെയർ ഇട്ട് എന്ത് ചെയ്യാം? ഒരു സാധനം മേടിക്കാം. അത് കോസ്മെറ്റിക് ആയിക്കോട്ടെ, പെർഫ്യൂം ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ നമ്മളത് മേടിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ഷെയർ എന്ന് വെച്ചാൽ ഓഹരി. എൻ്റെ ഓഹരി ഞാൻ ഇട്ടു, ഞാൻ 100 ഇട്ടു, നീ 100 ഇട്ട്, അല്ലെങ്കിൽ ഞാൻ 1000 ഇട്ടു, നീ 1000 ഇട് എന്ന് നമ്മൾ പറയത്തില്ലേ? ഇതാണ് ഓഹരി. അപ്പൊ അങ്ങനെ ഓഹരി വിപണി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഓഹരികൾ, ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന സ്ഥലത്തിന്റെ പേരാണ് ഓഹരി വിപണി. അപ്പോൾ ഒന്നാമത്തെ വസ്തുത പറയുന്നു, കേരളത്തിൽ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാ? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കേരളത്തിൽ ഒരൊറ്റ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളത് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നിലവിൽ വന്ന വർഷം മറക്കല്ലേ, 1978 കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോം ചെയ്യുന്നത്. അടുത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന NSE. ഒന്ന് നോട്ട് ചെയ്തേക്കണം, ഈ പറയുന്ന പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. NSE ഒന്നാമത്തെ വസ്തുത. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓഹരി വിപണി ഏതെന്ന് ചോദിച്ചാൽ അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഇത് രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ പേര് ഫർവാനി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോം ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. 1992 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്ത് 92 93 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. NSE എന്നറിയപ്പെടുന്നു. ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് നിഫ്റ്റി. ഒന്ന് നോട്ട് ചെയ്തേക്കണേ,
നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരെന്താ? അത് നിഫ്റ്റി എന്ന. അടുത്ത രണ്ടാമത്തെ കണ്ടന്റിലേക്ക് പോകുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം 1875. ഏഷ്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏഷ്യയിൽ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എല്ലാം എന്ത് തന്നെ? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം അത് മുംബൈ ആണ്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കമ്പനിയുടെ പേര് DS പ്രഭുദാസ് ആൻഡ് കമ്പനി എന്നാണ്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയെ അറിയപ്പെടുന്ന പേര് സെൻസെക്സ് എന്ന. സെൻസെക്സ്. ഈ സെൻസെക്സ് എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ദീപക് മൊഹാനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. സെൻസെക്സ് എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദീപക് മൊഹാനി. അപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ എടുത്തു, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുത്തു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം ടിക്ക് ചെയ്ത് പഠിക്കണം, 1875. ഇനി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടേമുകൾ: ഒന്ന്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് നിഫ്റ്റി എന്നാണ്. അത് കിട്ടിയല്ലോ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരെന്താ? സെൻസെക്സ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് നിഫ്റ്റി എന്നും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് സെൻസെക്സ് എന്ന. സെൻസെക്സ് എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ദീപക് മൊഹാനിയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത രണ്ട് വാക്കുണ്ട്. ഒന്ന് റാലി, മറ്റൊന്ന് മാർക്കറ്റ് റാലി. റാലി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഓഹരി സൂചികയിലെ ഒരു കമ്പനിയുടെ ഒരു ഓഹരിയുടെ മൂല്യം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് റാലി. എല്ലാ ഓഹരികളുടെയും മൂല്യം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേര് മാർക്കറ്റ് റാലി എന്ന. മാർക്കറ്റ് മൊത്തം റാലിയാണ്. ഇതാണ് ലോജിക്ക്. ഇപ്പൊ നോക്കൂ, ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ ഒരാൾക്ക് ഇന്ന് അഡ്വൈസ് ആകുന്നു, അപ്പൊ റാലി. ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഇന്ന് അഡ്വൈസ് ആയി എങ്കിൽ എല്ലാവരും സർക്കാർ സർവീസിലേക്ക് പോയി ഇന്ന് എങ്കിൽ അതിനെ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റ് റാലി. ഇതാണ് ലോജിക്ക്. ഒരാൾക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ, ഒരു ഓഹരിയുടെ മാത്രം മൂല്യം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അത് റാലി. ആ ഓഹരി വിപണിയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ എല്ലാ ഓഹരികളുടെയും മൂല്യം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റ് റാലി. ഇനി മറ്റൊരു വാക്കുകൂടി ഉണ്ട്, ബുള്ള്, ബിയർ. ഈ രണ്ട് വാക്കുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഓഹരി സൂചികയിലെ ഉയർച്ച അറിയപ്പെടുന്ന പേരാണ് ബുള്ള്. ഓഹരി സൂചികയുടെ ഉയർച്ച അറിയപ്പെടുന്ന പേര് ബുള്ള്. ഓഹരി സൂചികയിലെ തകർച്ച അല്ലെങ്കിൽ താഴ്ച അറിയപ്പെടുന്ന പേര് ബിയർ എന്ന. ഈ രണ്ട് വാക്കുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഗിൽഡ്, ബ്ലൂ ചിപ്പ്. ഗിൽഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഗവൺമെന്റിന്റെ ഓഹരികളെ അറിയപ്പെടുന്ന പേരാണ് ഗിൽഡ്. ഗവൺമെന്റിന്റെ ഓഹരികളെ അറിയപ്പെടുന്ന പേര് ഗിൽഡ് എന്നും ഏറ്റവും മൂല്യമേറിയ ഓഹരികളെ അറിയപ്പെടുന്ന പേരാണ് ബ്ലൂ ചിപ്പ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഗവൺമെന്റിന്റെ ഓഹരികളെ അറിയപ്പെടുന്ന പേര് ഗിൽഡ്. ഏറ്റവും മൂല്യമേറിയ, അത് സ്വകാര്യ മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യ കമ്പനികളുടെ ഓഹരികളായിക്കോട്ടെ, ഗവൺമെന്റിന്റെ ഓഹരികളായിക്കോട്ടെ, ഏറ്റവും മൂല്യമേറിയ ഓഹരികളെ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ബ്ലൂ ചിപ്പ് എന്ന്. അപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കിട്ടി, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കിട്ടി, പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം കിട്ടി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള ഒരു കണ്ടന്റിലേക്ക് പോവുക, സെബി. സെബിയുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെബിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. സെബിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി GS പട്ടേൽ കമ്മിറ്റി. ആ നോട്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലോട്ട് മാറ്റിയിടുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സെബി രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് GS പട്ടേൽ കമ്മിറ്റി എന്ന. സെബി നിലവിൽ വരുന്നത് 1988 ഏപ്രിൽ 12. നിലവിൽ വരുന്ന സമയത്ത് മനസ്സിലാക്കണം, നിലവിൽ വരുന്ന സമയത്ത് സെബി ഇസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഫോം ചെയ്യുന്ന ടൈമിൽ സെബി എന്ന് പറഞ്ഞൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്ന് വെച്ചാൽ സ്വന്തമായി നിയമങ്ങളില്ല, സ്വന്തമായി നിയമങ്ങൾ നിർമ്മിക്കാനോ നടപ്പിലാക്കാനുള്ള റൈറ്റ് ഇല്ല. ദെൻ 1992 ഈ സെബിയെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് ഫ്രെയിം ചെയ്യും. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകും. In 1992 സെബി became the statutory body. സെബി സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകും. സെബിയുടെ ഫസ്റ്റ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് എസ്.എ. ദേവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. എസ്.എ. ദേവ്. കറണ്ട് ചെയർപേഴ്സൺ അറിയാലോ, സെബിയുടെ നിലവിൽ അധ്യക്ഷ. സെബിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിത അധ്യക്ഷ സ്ഥാനത്തിൽ വരുന്നത് മാധബി പുരി ബുച്ച്. ഇവരുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പത്രമാധ്യമങ്ങൾ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ ധാരാളം ഈ ഓഹരി വിപണിയുടെ കമ്പനികളെയൊക്കെ ഇവരെ സ്വാധീനിക്കുന്നു, കമ്പനികൾ ഇവരെ സ്വാധീനിക്കുന്നു തുടങ്ങിയിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് പത്രമാധ്യമങ്ങൾ വഴി സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സെബിയുടെ നിലവിലെ അധ്യക്ഷ ആരാണ്? മാധബി പുരി ബുച്ചാണ്.
സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്നത് മുംബൈയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് മുംബൈയിൽ നമ്മൾ പറഞ്ഞത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്, സെബിയുടെ ആസ്ഥാനം മുംബൈ ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം മുംബൈ ആണ്, നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നില്ലയോ? അപ്പൊ സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. സെബി നിലവിൽ വന്ന വർഷം 1988 ഏപ്രിൽ 12 സെബി ഫോം ചെയ്യുന്ന സമയത്ത് എന്തല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നീട് 1992 സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകും. ആദ്യ ചെയർമാന്റെ പേര് എസ് എ ദേവ് എന്നാണ്. നിലവിൽ അധ്യക്ഷ മാധവി പുരി-ബുച്ച. അപ്പൊ സെബിയുടെ പ്രത്യേകത, ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബി അല്ലയോ? ദെൻ സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ആരാണ് ചെയർമാനായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ അത് GV രാമകൃഷ്ണ. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ദെൻ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന NCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന 2 വസ്തുതകൾ. ഒന്ന്, അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1894. കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോം ചെയ്ത് 1908. അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1894 കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോം ചെയ്ത വർഷം 1908. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഓഹരി വിപണികൾ ഇത്രയും അങ്ങ് പഠിച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമിലേക്ക് നമ്മൾ പോവുകയാണ്. RBIയുടെ ഫംഗ്ഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്ന കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934 RBI ആക്ട് അനുസരിച്ചാണ് ഫോം ചെയ്തത്. 1935 ഏപ്രിൽ 1 ഫോം ചെയ്തു. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1949 എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു. തുടങ്ങിയിട്ടുള്ള GK എല്ലാം നിങ്ങൾക്ക് അറിയാം. ഇത് നമ്മൾ എടുത്തോളാം, GK എടുത്തോളാം. അതിനു മുമ്പ് ഈ ബേസ് അങ്ങ് പഠിച്ചു വെച്ചാണ്. NCERTയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് അങ്ങോട്ട് പറഞ്ഞേക്കുക. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയിൽ 33 സ്ഥലങ്ങളിൽ ഓഫീസുണ്ട്. അതിൽ ഒരു ഓഫീസ് കേരളത്തിലുണ്ട്. 1954 ആ ഓഫീസ് ഫോം ചെയ്തത് തിരുവനന്തപുരത്ത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയിൽ 33 സ്ഥലങ്ങളിൽ എന്തുണ്ട്? ഓഫീസുകളുണ്ട്. ഇനി ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ സ്ട്രക്ചർ പറയുമ്പം ഒന്നാമത്തെ സ്ട്രക്ചർ, രണ്ടാമത്തെ സ്ട്രക്ചർ, മൂന്നാമത്തെ സ്ട്രക്ചർ, അങ്ങനെ 3 സ്ട്രക്ചറാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉള്ളത്. ഏറ്റവും എക്സ്ട്രീം ലെവൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ CBD എന്ന് പറയും. CBD, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിനുശേഷം താഴെ ലോക്കൽ ബോർഡ്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ലോക്കൽ ബോർഡ്. മൂന്നാമത്തത് ദ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ, അതിനെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇപ്പം 3 പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉള്ളത്. ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഹൈറാർക്കി പറയുവാണെങ്കിൽ ആദ്യ ശ്രേണിയിൽ CBD, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. രണ്ടാമത്തെ ശ്രേണിയിൽ ലോക്കൽ ബോർഡ്. മൂന്നാമത്തെ സ്ട്രാറ്റജിയിൽ ദ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ള കണ്ടന്റുകൾ മൊത്തം അങ്ങോട്ട് പറഞ്ഞു തരുക. ഓക്കെ, അടുത്തത് ഈ പറഞ്ഞ CBD അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കണ്ടന്റ് പറയൂ. ഒന്ന്, ഇപ്പോൾ നിലവിൽ 21 മെമ്പേഴ്സ് ആണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. ഈ CBDയിലെ മെമ്പേഴ്സിന്റെ കാലാവധി 4 വർഷമാണ്. ഇത് നിയമിക്കുന്നത്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഒരു മത്സര പരീക്ഷയ്ക്ക് ചോദ്യസാധ്യതയുള്ള എൻറ്റയർ കണ്ടന്റ് പറഞ്ഞു തരുക. അത് ഡിഗ്രി നിലവാരമായിക്കോട്ടെ, +2 നിലവാരമായിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഏത് നിലവാരമായിക്കോട്ടെ. ബേസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 21 മെമ്പേഴ്സാണ് ഉള്ളത്. നിലവിൽ 4 വർഷമാണ് കാലാവധി. ടെന്യൂർ എന്ന് പറഞ്ഞാൽ 4 ഇയർ ആണ്. അതിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത് ആരാണ്? CBDയിലെ ഓരോ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, സെൻട്രൽ ഗവൺമെന്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ലോക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം 4 എണ്ണമാണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇന്ത്യയിൽ 4 മെട്രോ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയുടെ പേര് സുവർണ ചതുഷ്കോണം എന്നല്ലയോ? 6 വരി പാതയല്ലേ സുവർണ ചതുഷ്കോണം. അതിൽ ഒന്നാമത് ഡൽഹി, ന്യൂഡൽഹി, ദെൻ മുംബൈ, ദെൻ കൊൽക്കത്ത, ചെന്നൈ. ഇങ്ങനെയാണല്ലോ 4 മെട്രോ നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ 4 മെട്രോ നഗരങ്ങളിൽ എന്തുണ്ട്? ഓരോരോ ലോക്കൽ ബോർഡ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നോർത്തേൺ സൈഡ് എടുക്കുക നമ്മൾ. ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ന്യൂഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ലോക്കൽ ബോർഡാണ്. നോർത്തേൺ സൈഡ്. സതേൺ സൈഡ് എടുക്കുവാണെങ്കിൽ ഇതാണ് ചെന്നൈ. സതേൺ സൈഡിൽ ചെന്നൈ. ദെൻ വെസ്റ്റേൺ സൈഡും ഈസ്റ്റേൺ സൈഡും ഉണ്ടല്ലോ, പടിഞ്ഞാറും കിഴക്കും. അപ്പൊ കിഴക്കനാവുമ്പോൾ എവിടെ ആവും? അത് കൊൽക്കത്ത. ദെൻ പടിഞ്ഞാറാവുമ്പോൾ മുംബൈ.
ഇങ്ങനെ 4 ലോക്കൽ ബോർഡാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത്. ന്യൂഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ. അപ്പോൾ അഡീഷണൽ ഒരു GK കൂടെ പറഞ്ഞു. ഇന്ത്യയിലെ 4 മെട്രോ നഗരങ്ങളാണല്ലോ ഇത്. ഈ 4 മെട്രോ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയുടെ പേരാണല്ലോ സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, ഈ ലോക്കൽ ബോർഡിൽ ഓരോ ലോക്കൽ ബോർഡിലും 5 മെമ്പേഴ്സ് വീതമുണ്ട്. 5 മെമ്പേഴ്സ് ഈച്ച് ബോർഡ് എന്നാണ് പറയുന്നത്. ഓരോ ലോക്കൽ ബോർഡിലും 5 മെമ്പേഴ്സ്. 4 വർഷമാണ് കാലാവധി. അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? സെൻട്രൽ ഗവൺമെന്റാ. റിമൂവ് ചെയ്യുന്നത് ആര് തന്നെ? സെൻട്രൽ ഗവൺമെന്റ്. നോക്കൂ, നിങ്ങൾ വേറെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ പരിശോധിച്ചോ, അവിടെ എല്ലാം ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ കാണും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ കാണും. നമ്മൾ ഈ പറയുന്ന കണ്ടന്റ് അതിനേക്കായി ഡെപ്തിലുള്ള കണ്ടന്റ് അങ്ങോട്ട് പറഞ്ഞു തരും. ലോക്കൽ ബോർഡ്. then അടുത്തത്, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 അല്ലയോ? നമ്മൾ നേരത്തെ വരെ പറഞ്ഞ എന്തുവാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് 1934. ഈ ആക്ട് അനുസരിച്ചാണ് RBI ഫോം ചെയ്തത്. ഈ ആക്ടിൽ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ, ഞാൻ പറയുന്ന കണ്ടന്റുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ബാങ്കിന്റെ നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന RBI ആക്ട് വകുപ്പ് 22. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു ആക്ട് ഉണ്ടെന്ന് പറഞ്ഞു. 1934 RBI ആക്ട് അനുസരിച്ചല്ലയോ 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. അപ്പൊ ബാങ്കിന്റെ നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന RBI ആക്ട് വകുപ്പ് 22. RBIയുടെ സ്ഥാപക മൂലധനം എത്രയാ? 5 കോടി രൂപയാ. ഈ RBIയുടെ സ്ഥാപക മൂലധനം 5 കോടി രൂപ ആയിരിക്കണം എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 4. ദെൻ RBI ആക്ടുമായി ബന്ധപ്പെട്ട് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. RBI ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറയുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് വകുപ്പ് 45U സബ്സെക്ഷൻ B ആണ്. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയെ പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം ചോദിച്ചാൽ അത് 3F ആണ്. വകുപ്പ് 45Z മുതൽ 45ZO വരെ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ RBI ആക്ടുമായി ബന്ധപ്പെട്ട് 4 ആക്ടേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, ബാങ്ക് നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 22. RBIയുടെ സ്ഥാപക മൂലധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 4. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 45 സബ്സെക്ഷൻ U അല്ല, 45U സബ്സെക്ഷൻ B. ദെൻ പണനയത്തെ പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം 3F ആണ്, 3F ആണ്. വകുപ്പ് ചോദിച്ചാൽ 45Z, 45Z to 45Z0 അല്ലെങ്കിൽ ZO വരെയാണെന്ന് ഓർത്തു വെക്കണം. ഈ RBI ആക്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണേ. പ്രധാനപ്പെട്ടത് ഇനിയുണ്ട്, പറഞ്ഞേക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തുള്ള ഈ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. മോണിറ്ററി പോളിസി, ഇത് മത്സര പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്, ബാങ്ക് റേറ്റ്, CRR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്. വേറെ ഒന്നുമില്ല. അതായത് പണനയ സമയത്ത് അല്ലെങ്കിൽ പണപ്പെരുപ്പ സമയത്തും പണച്ചുരുക്ക സമയത്തും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 മോണിറ്ററി പ്രധാനപ്പെട്ടത്, ഒത്തിരി മോണിറ്ററി പോളിസി ഉണ്ട്. 4 പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസിയാണ്. ഒന്ന്, ബാങ്ക് റേറ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ OMOS. ദെൻ 4ാമത്തെ വാക്ക് സ്റ്റെറിലൈസേഷൻ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ നടപടി. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തോളാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ. ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാമിന് കീഴിലുള്ള വോക്കൽ ഫോർ ലോക്കൽ സംരംഭം ആരംഭിച്ച നീതി ആയോഗാണ്. ശരിയാ, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇതൊരു ക്വസ്റ്റ്യനാ. ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാമിന് കീഴിലുള്ള വോക്കൽ ഫോർ ലോക്കൽ സംരംഭം ആരംഭിച്ചത് നീതി ആയോഗ. ഓപ്ഷൻ ബി നോക്കിയേ. ഒരു കമ്പനിയുടെ സേവനങ്ങൾ കൂടുതലായിട്ട് ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ വാടകയ്ക്കെടുക്കും, റെന്റ് ബേസിൽ എടുക്കുന്നതിനെ ഔട്ട്സോഴ്സിങ്, ഔട്ടിൽ നിന്ന് സോഴ്സ് എടുക്കുന്നു. ഔട്ട് എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, മറ്റുറവിടങ്ങളിൽ നിന്ന് എടുക്കുന്നതിനെ അറിയപ്പെടുന്ന പേര് ഔട്ട്സോഴ്സിംഗ്. ശരിയാ. ഒരു കമ്പനി സേവനങ്ങൾ കൂടുതലായിട്ട് ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വാടകയ്ക്ക് എടുക്കുന്നതിനെ അറിയപ്പെടുന്ന പേര് ഔട്ട്സോഴ്സ്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു സാധനമില്ല, നമ്മൾ എന്ത് ചെയ്യും? മറ്റു വീട്ടിൽ നിന്ന്, മറ്റു കടയിൽ നിന്ന് മേടിക്കത്തില്ലേ? ഇതാണ് ഔട്ട്സോഴ്സിങ്. ലോജിക്കായിട്ട് ഓർത്തു നോക്കണം. ഓപ്ഷൻ സി നോക്കിയേ. സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. ശരിയാണ്. ഓപ്ഷൻ സിയും ശരിയാണ്. 4ാമത്തെ ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ ഡി. ബിഗ് പുഷ് തിയറി നിർദ്ദേശിച്ചത് റോസൻസ്റ്റീൻ റോഡനാണ്. അതും ശരിയാണ്.
അപ്പം 4 പ്രസ്താവനകളും ശരി. ഇത് 4ഉം ഡയറക്റ്റ് ചോദ്യമാണ്. മത്സര പരീക്ഷയിൽ പറഞ്ഞല്ലോ, ഈ പറയുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളെല്ലാം നിലവാരത്തിൽ ചോദിച്ചിട്ടുള്ള, ഡിഗ്രി നിലവാരത്തിൽ +2 നിലവാരത്തിലൊക്കെ ചോദിച്ച ചോദ്യമാണ്. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകളില്ല. 4ഉം ശരിയാണ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഓർത്തു വെക്കണം. അപ്പോൾ ഈ 4 GK ഒന്ന് നോട്ട് ചെയ്തേക്കണം, മറക്കരുത്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തേക്കുന്നത് റഷ്യ അല്ലെങ്കിൽ USSR, അതുമല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. ക്ലിയർ? അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ ഏത് എന്നാണ് ചോദ്യം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കേരള PSC പ്രൊവിഷണൽ കീ കൊടുത്ത് ഫൈനൽ കീയിൽ ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും പറഞ്ഞു തരുക. ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ അരി വരും, ഗോതമ്പ് വരും, മണ്ണെണ്ണ വരും, ബജറ വരത്തില്ല. ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, പ്രൊവിഷണൽ കീ കൊടുത്തേക്കുന്നത് ബജറയാണ്. ആൻസർ ഡിലീഷൻ കൊടുത്തേപ്പോണ്ട് ഫൈനൽ കീ വന്നപ്പം ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഭാഗമല്ലാത്തത് ഏത്? നോക്ക്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. എൻ്റെ നിങ്ങളുടെ എല്ലാം വികസനം, അതാണല്ലേ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അമ്മ മരിക്കുന്നു, അത് ഹ്യൂമന്റെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ വേണമെങ്കിൽ ഫിലോസഫി ആയിട്ട് വേണമെങ്കിൽ ആ അമ്മ മരിച്ചു, ആ കുഞ്ഞിനെ ബാധിക്കും എന്നൊക്കെ ഫിലോസഫിക്കലായിട്ട് നമുക്ക് പറയാം. നമുക്ക് വേണ്ടത് ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആയിട്ട് ഒരിക്കലും അത് എടുക്കത്തില്ല. പക്ഷെ ആയുർദൈർഘ്യം എന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി, ഒരു വ്യക്തി 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു, ആരോഗ്യവാനായിട്ട് അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ട് 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എത്രയുണ്ട്? അപ്പം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഭാഗമാണ് ആയുർദൈർഘ്യം, ഭാഗമാണ്. ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഭാഗമാണ്. ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ടന്റ് കിട്ടും. അതിനെയാണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാൽ അവന് വരുമാനം HDIയുടെ ഭാഗമാണ്. ദെൻ വിദ്യാഭ്യാസത്തിനായിട്ട് ചെലവിട്ട വർഷങ്ങൾ HDIയുടെ ഭാഗമാണ്. അപ്പോൾ HDIയുടെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ A ആണ്, മാതൃമരണ നിരക്കാണ്. താഴെ പറയുന്നവയിൽ HDIയുടെ ഭാഗമല്ലാത്ത ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം മാതൃമരണ നിരക്ക്. ഒന്ന് നോട്ട് ചെയ്തേക്കുക, പ്രധാനപ്പെട്ട ഒരു P/Q ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ A നോക്കിയേ, ഇന്ത്യൻ ദാരിദ്ര്യരേഖയായി കണക്കാക്കിയത് ജീൻ ഡ്രസ്സിയാണ്. ശരിയാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തോളാം. വികേന്ദ്രീകൃത ആസൂത്രണത്തിനുള്ള ജനകീയ ക്യാമ്പയിൻ 1996 കേരളത്തിൽ ആരംഭിച്ചു. ശരിയാണ്. ഓപ്ഷൻ C, പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതും ശരിയാണ്. ഓപ്ഷൻ D, രാജ്യവ്യാപകമായി GST എന്ന ആശയം ആദ്യം നിർദ്ദേശിച്ച ടാസ്ക് ഫോഴ്സ് കേൾക്കർ ടാസ്ക് ഫോഴ്സ് ഡയറക്ട് ടാക്സ് ഇൻ 2000 ആണ്. അതും ശരിയാണ്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്നുവെച്ചാൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ദാരിദ്ര്യരേഖയെ ദരിദ്രരേഖയായി കണക്കാക്കിയത് ജീൻ ഡ്രസ്സിയാണ്. ശരിയാണ്. വികേന്ദ്രീകൃത ആസൂത്രണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ജനകീയ ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിച്ചത് 1996 ഓപ്ഷൻ C, പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദെൻ ഓപ്ഷൻ D, രാജ്യവ്യാപകമായിട്ട് GST എന്ന ആശയം ആദ്യം നിർദ്ദേശിച്ച ടാസ്ക് ഫോഴ്സ് കേൾക്കർ ടാസ്ക് ഫോഴ്സ് ഡയറക്ട് ടാക്സ് ഇൻ 2000 ആണ്. അതും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, റിപ്പോ നിരക്ക് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റിപ്പോ നിരക്ക്, എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക്? നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് നൽകുന്ന പലിശ നിരക്കിന്റെ പേരാണ് റിപ്പോ നിരക്ക്. ശരിയാ. റിപ്പോ എന്ന പദത്തിന്റെ അർത്ഥം റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. അതും ശരിയാ. ബാക്കിയുള്ള രണ്ട് നോക്കിയേ. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശ നിരക്ക് തെറ്റാ. കാരണം എന്താ? അത് റിവേഴ്സ് റിപ്പോയാ. റിപ്പോ നിരക്ക് സാധാരണയായി റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കുറവാണ്. തെറ്റാണ്. റിപ്പോ നിരക്ക് സാധാരണയായിട്ട് റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഇതാണ് തിരുത്തി പഠിക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാ ശരി? എന്താ റിപ്പോ റേറ്റ്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുവാണ്. നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എന്താണ് റിപ്പോ റേറ്റ്, എന്താണ് റിവേഴ്സ് റിപ്പോ, എന്താണ് ബാങ്ക് റേറ്റ്, എന്താണ് CRR, എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഈ ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് നൽകുന്ന പലിശ നിരക്കിന്റെ പേരാണ് റിപ്പോ നിരക്ക്. ഓപ്ഷൻ ശരിയാ, A ശരിയാണ്. ദെൻ B എന്ന് പറഞ്ഞാൽ റിപ്പോ എന്ന പദത്തിന്റെ അർത്ഥം റീപർച്ചേസ് ഓപ്ഷൻ എന്നാ. ബിയും ശരിയാ. അപ്പൊ 1ഉം 2ഉം ശരിയാ. Aയും Bയും ശരിയാണ്, Cയും Dയും തെറ്റാണ്. ക്ലിയർ? ഓക്കെ. ദെൻ അടുത്തത്, പൊതുമേഖലാ ബിസിനസ് അവരുടെ സ്റ്റോക്കിന്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്ക് വിറ്റുകൊണ്ട് സ്വകാര്യവൽക്കരിക്കുന്നതിനെ പറയുന്ന പേരെന്ത്?
വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പൊതുമേഖല ബിസിനസ്, ഒരു പൊതുമേഖലയുടെ ബിസിനസ് നമ്മൾ എടുക്കുക. ഗവൺമെന്റിന്റെ ബിസിനസ്, അവരുടെ സ്റ്റോക്കിന്റെ ഒരു ഭാഗം 100 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൽ 10 ഭാഗം മാത്രം പൊതുജനങ്ങൾക്ക് വിറ്റു. അതിനെ അറിയപ്പെടുന്ന പേരാണ് നിക്ഷേപം പിൻവലിക്കൽ. എന്ന് വെച്ചാൽ 100 ഉണ്ടായിരുന്നു, അതിൽ 10 ആർക്ക് കൊടുത്തു? പൊതുജനങ്ങൾക്ക് കൊടുത്തു. അവരുടെ നിക്ഷേപം അവർ പിൻവലിച്ചു. അവരുടെ നിക്ഷേപം ഇപ്പൊ ആരുടെ കയ്യിലാണ് ഉള്ളത്? ജനങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഇതിനെ അറിയപ്പെടുന്നവരാണ് നിക്ഷേപം പിൻവലിക്കൽ. ആഗോളവൽക്കരണം എന്ന് പറയത്തില്ല. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യത്തെ മുഴുവൻ ഒറ്റ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആഗോളവൽക്കരണം. ക്ലിയർ? ദെൻ അടുത്തത് സാമ്പത്തിക പരിഷ്കരണം വരത്തില്ല. വ്യാവസായിക ലൈസൻസിങ്, അതും വരത്തില്ല. സാമ്പത്തിക പരിഷ്കരണം എന്ന് വെച്ചാൽ എന്തുവാ? ഫിനാൻഷ്യൽ ഈ പറയുന്ന പരിഷ്കരണമാണ്, റിനോവേഷനാണ്. അപ്പൊ അതിനകത്ത് വരത്തില്ല. ഉത്തരം നിക്ഷേപം പിൻവലിക്കലാണ്. അത് മറക്കരുത്. അടുത്തത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഇനി നമ്മൾ പോകുന്നത്. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് ചോദ്യം. നിങ്ങൾ കേട്ടോണം. ഒരു രാജ്യത്ത് ഞാനുണ്ട് എന്ന് വെച്ചാൽ നമ്മളുണ്ട്. നമ്മളെ അറിയപ്പെടുന്ന പേരാണ് കുടുംബങ്ങൾ. നമ്മളെ അറിയപ്പെടുന്ന പേരാണ് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്. നമ്മൾ മാത്രം ഉണ്ടായാൽ മതി ഒരു രാജ്യത്ത്, പോരാ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന കുറച്ച് യൂണിറ്റുകൾ വേണം. അവരെ അറിയപ്പെടുന്ന പേരാണ് ഫേംസ് അല്ലെങ്കിൽ സംരംഭങ്ങൾ. അപ്പൊ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കുടുംബം, രണ്ടാമത്തെ ഫേംസ് അല്ലെങ്കിൽ സംരംഭം ആണല്ലോ. ഇതാണ് 2 സെക്ടർ മോഡൽ എക്കോണമി എന്ന് പറഞ്ഞാൽ. അതായത് 2 സെക്ടർ മോഡൽ. മേഖലാ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത്, ഒരു സമ്പദ് വ്യവസ്ഥയിൽ 2 സെക്ടറേ ഉള്ളൂ. അതിന്റെ പേരുകളാണ്: ഒന്ന് ഹൗസ് ഹോൾഡ്, കുടുംബം, ഞാൻ ഉൾപ്പെടെയുള്ള, നമ്മളെ ഉൾപ്പെടെയുള്ള ആളുകൾ. നമ്മുടെ ഓപ്പോസിറ്റ് ഒരാളുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് തരുന്ന ടീമുണ്ട്. അതിനെ അറിയപ്പെടുന്നവരാണ് ഫേംസ്. ഇപ്പൊ ഹൗസ് ഹോൾഡും ഉണ്ട്, ഫേംസും ഉണ്ട്. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ, ഈ പറഞ്ഞ നമ്മളെയും കുടുംബങ്ങളെയും സംരംഭങ്ങളെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് വരും. ഗവൺമെന്റ്. അപ്പൊ 3 സെക്ടറായി. അപ്പൊ അതിനെ അറിയപ്പെടുന്ന പേരെന്തുവാ? നിങ്ങൾ തന്നെ പറ. ഇത് 2 സെക്ടർ. ഇതും കൂടെ കൂട്ടുമ്പോഴോ 3 സെക്ടർ. ഗവൺമെന്റ് ഉണ്ട്, ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്. ദെൻ നാലാമതായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ രാജ്യത്ത് മാത്രമേ ഉണ്ടോ? അല്ല. വിദേശ രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യും. നമുക്ക് ധാരാളമുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും? വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും. ഈ 2 പ്രോസസ്സ് വരുമ്പം അതിനെ അറിയപ്പെടുന്ന പേരാണ് വിദേശ മേഖല അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടർ. അപ്പൊ 4 സെക്ടറായി. ഏതൊക്കെയാ? ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ഇത് തന്നെയാണ് മലയാളത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഒരു 2 സെക്ടർ മോഡൽ എക്കോണമിയിൽ ഇവിടെ ആരൊക്കെയുണ്ട്? കുടുംബങ്ങളും ഗവൺമെന്റും ആണോ? അല്ല. കുടുംബങ്ങളും ഗവൺമെന്റും അല്ല. 2 സെക്ടർ മോഡൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന യൂണിറ്റ്, അതാണ് ഫേംസ്. അതാണ് ഓപ്ഷൻ സി. കുടുംബങ്ങളും സംരംഭങ്ങളുമാണ് 2 സെക്ടർ മോഡൽ എക്കോണമി. 3 സെക്ടർ മോഡൽ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്തോ? അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ 3 മേഖലകളെ ഉള്ളൂ. ആരൊക്കെ? ഹൗസ് ഹോൾഡ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന ഫേംസ് അല്ലെങ്കിൽ എന്ത്? സംരംഭങ്ങൾ. നമ്മളെ നിയന്ത്രിക്കാനുള്ള ഗവൺമെന്റ് 3. ദെൻ ഒരു സമ്പദ് വ്യവസ്ഥയിൽ 4 സെക്ടർ ഉണ്ടെങ്കിൽ അതിനെ അറിയപ്പെടുന്നവരാണ് 4 സെക്ടർ മോഡൽ എക്കോണമി. ആരൊക്കെ? ഹൗസ് ഹോൾഡ്, കുടുംബം. ദെൻ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന ഫേംസ്, സംരംഭങ്ങൾ. മൂന്നാമത് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഗവൺമെന്റ്. നാലാമത്തത് എക്സ്റ്റേണൽ സെക്ടർ അല്ലെങ്കിൽ വിദേശ മേഖല, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. ഇത് ബേസ് ആയിട്ട് ഓർത്തു വെക്കണം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞൊരു ഏരിയ പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് ശരിയാണല്ലോ. ആൻസർ ഓപ്ഷൻ സി ആണ്, കുടുംബങ്ങളും സംരംഭങ്ങളും. then അടുത്തത്, ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. നാഷണൽ സാമ്പിൾ സർവീസ് ഓഫീസ് അല്ലെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ പ്രത്യേകത അറിയാമല്ലോ. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ സർവേ എടുക്കുന്നത് NSSO ആണ്. ഉപഭോക്തൃ ചെലവ് സർവേ അല്ലെങ്കിൽ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ എടുക്കുന്നത് NSSO ആണ്. സാമ്പത്തിക സെൻസസ് എടുക്കുന്നത് NSSO ആണ്. പക്ഷേ ദേശീയ കുടുംബാരോഗ്യ സർവേ എടുക്കുന്നത് ആരല്ല? ഈ പറഞ്ഞ NSSO അല്ല, അത് വേറെയാണ്. അപ്പം തൊഴിലില്ലായ്മ സർവേ എടുക്കുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. ഉപഭോക്തൃ ചെലവ് സർവേ എടുക്കുന്നത് NSSO ആണ്. സാമ്പത്തിക സെൻസസ്. അപ്പം ഞാനൊരു വാക്ക് പറയും. 10 വർഷം കൂടുമ്പോഴാണ് ഇവിടെ ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത്. 5 വർഷം കൂടുമ്പോഴാണ് കാർഷിക സെൻസസ് എടുക്കുന്നത്. 20 വർഷം കൂടുമ്പോഴാണ് പരിപ്രേക്ഷ പദ്ധതി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്ലാൻ എടുക്കുന്നത്. ഈ 3 വാക്ക് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഒരു വാക്ക് കൂടെ ഉണ്ട്, പഗ് മാർക്ക്. ഇന്ത്യയിൽ കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് പഗ് മാർക്ക്. അപ്പം 4 വാക്കായി. ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത് 10 വർഷം കൂടുമ്പോഴായിരുന്നു. ഇപ്പം സെൻസസ് എടുത്തിട്ടില്ല, വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട്.
ദെൻ കാർഷിക സെൻസസ് എടുക്കുന്നത് 5 വർഷം കൂടുമ്പോഴാണ്. പരിപ്രേക്ഷ്യ പദ്ധതി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്ലാൻ എടുക്കുന്നത് 20 വർഷം കൂടുമ്പോഴാണ്, മറക്കരുത്. ദെൻ പഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ കടുവകളുടെ സെൻസസ് നടപടി അറിയപ്പെടുന്ന പേരാണെന്ത്? പഗ് മാർക്ക്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അടുത്ത ഒരു UPSC നിലവാരത്തിലുള്ള ചോദ്യമാണ്. ഡാഷ് ഈസ് ദ റെഗുലേറ്ററി ബോഡി ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്റർ എന്നറിയപ്പെടുന്നത് സെബിയ. ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബി ഇല്ലയോ? സെബി ഫോം ചെയ്ത വർഷം ഉൾപ്പെടെ UPSC നിലവാരത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്യുക. ഡാഷ് ഈസ് ദ റെഗുലേറ്ററി ബോഡി ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ. ആൻസർ സെബി. ദെൻ അടുത്തത്, സാധനങ്ങളുടെ വില തുടർച്ചയായിട്ട് വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് പണപ്പെരുപ്പം. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ പണത്തിന്റെ അളവ് എന്റെയും നിങ്ങളുടെയും കയ്യിൽ കൂടുതലാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരില്ലയോ? പണപ്പെരുപ്പം. ആ പണപ്പെരുപ്പ സമയത്ത് പണത്തിന്റെ അളവ് കൂടും, അളവ് കൂടി. സാധനങ്ങളുടെ വില കൂടി, വില കൂടി. അപ്പൊ വില എത്ര കണ്ട് കൂടിയാലും മേടിക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ പണമുണ്ട്. ദെൻ പണത്തിന്റെ മൂല്യം കുറഞ്ഞു. ഇതിനല്ലേ നമ്മൾ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ. അപ്പൊ സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് പണപ്പെരുപ്പം. അപ്പൊ സാധനങ്ങളുടെ വില തുടർച്ചയായിട്ട് കുറയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്തുമായിരിക്കും? പണച്ചുരുക്കം. ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അത് ആൻസർ ഉൾപ്പെടെ നമ്മൾ കൊടുത്തേപ്പോണ്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചേക്കണം. അപ്പോൾ വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷയിലും നിങ്ങൾക്ക് ഉന്നത റാങ്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് വായിക്കണം. ഈ ക്ലാസ് നോട്ട്, ക്ലാസ്സിൻ്റെ ലിങ്ക്, A to Z കാര്യങ്ങൾ PSC ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തപ്പോണ്ട്. ഒരു കാര്യം കൂടെ, രാത്രി 9 മണിക്ക് ഇത് എക്സാമിൽ ഈ ടോപ്പിക്ക് മാത്രമല്ല, പോക്കറ്റ് CA കറണ്ട് അഫേഴ്സ് പഠിക്കണം, കറണ്ട് അഫേഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണം, സയൻസ് ഫാക്ട് ഉൾപ്പെടെ പഠിച്ചതിന് ശേഷം വേണം രാത്രി 9 മണിക്ക് എക്സാം എഴുതാൻ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ടോപ്പിക്ക് തീർക്കും. നമ്മൾ തീർക്കാനുള്ള കുറച്ച് പോർഷൻ ഉണ്ട്. മോണിറ്ററി പോളിസി എടുത്തിട്ടില്ല, പ്രധാനപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റു കണ്ടന്റുകൾ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.